ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ പ്ലേ ഓഫിൽ നോക്കൌട്ട് പ്ലേ ഓഫിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി ഒഡീഷ FC ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് അവരുടെ വിജയം. കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആദ്യം ലീഡ് എടുത്തത്. സിർണിച്ചിലൂടെ 60 മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തിരുന്നു. പക്ഷേ പകരക്കാരായി വന്ന റിയോഗോ മോറിസിലൂടെ ഒഡീഷ FC സമനില പിടിച്ചിരുന്നു. എക്സ്ട്രാ ടൈമിൽ ഇസാഖ് റാൾട്ടയുടെ ഗോളിലൂടെയാണ് ഒഡീഷ FC ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമി ഫൈനലിൽ യോഗ്യത നേടിയത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടർ കഥയാണ്, അല്ലെങ്കിൽ തുടർ കാഴ്ച തന്നെയാണ്. ഹൈദരാബാദ് FC-ക്കെതിരെ ഇതുപോലെ തന്നെയായിരുന്നു ഒരു ഫൈനൽ പോരാട്ടത്തിൽ ഇവാൻ ഉക്കമനോവിച്ച് വന്ന ആദ്യ സീസണിൽ ഗോവയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇതുപോലെ രാഹുൽ KPയുടെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിന്നതാണ്. ഇതുപോലെ 87-88 മിനിറ്റിൽ ഹൈദരാബാദ് FC ഗോൾ മടക്കിയിരുന്നു. പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. അതേ തുടർ കാഴ്ച തന്നെയാണ് ഈ ഒരു കാണുന്നതും. ഡിഫൻസിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മിനിറ്റിലെ പ്രശ്നങ്ങളാണ് ഈ ഒരു മത്സരത്തിലും പരാജയത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത്. മികച്ച ഫോമിൽ നിന്നിരുന്നാൽ ആർ ശർമ്മക്ക് പരിക്ക് പറ്റിയതും ഒരു പരിധിവരെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു തോൽവിക്ക് കാരണമാണ്. എന്തായാലും ഇവാൻ യുക്കനോവിച്ചിനെ പോലത്തെ ഒരു കോച്ചിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടീമിനെ ഈ ഒരു പ്ലേ ഓഫ് വരെ എത്തിച്ചത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്താണ് അദ്ദേഹം ഒരു പ്ലേ ഓഫ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത്. താരങ്ങളുടെ പരിക്ക് തന്നെയാണ് കാരണം. അത് മാത്രമല്ല, ഡിഫൻസിൽ കാര്യമായി മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഡിഫൻസിലെ പ്രശ്നങ്ങൾ വല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടിയിരുന്നു. പക്ഷെ ഒഡീഷയ്ക്കെതിരെയുള്ള ഇന്നലത്തെ ഈ ഒരു മത്സരത്തിൽ, ഈ ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. പക്ഷെ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ആകെ പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വർഷങ്ങളോളായിട്ട് നടക്കുന്ന ഒരു സംഭവം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. പ്രതിരോധത്തിലെ പാളിച്ചകൾ ആദ്യം റെഡിയാക്കിയതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വരും താരങ്ങളെ, മുന്നേറ്റ നിരയിലേക്ക് താരങ്ങളെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. ദിമിത്രി ഡയമൻഡോ സീസണിൽ 12 or 13 അല്ലെങ്കിൽ ഈ സീസണിലെ ടോപ്പ് സ്കോറർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ട് കാര്യമില്ല. ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പിഴവുകൾ കാരണം ഗോൾ വഴങ്ങുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു. ആ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് സംഭവിച്ചും അത് തന്നെയാണ്. 87 അല്ലെങ്കിൽ 80 മിനിറ്റുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്താലും അതൊരു ഗോൾ 5 മിനിറ്റ് 6 മിനിറ്റ് പ്രതിരോധിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന് കഴിയാത്തൊരു കാഴ്ചയാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇവാൻ ഉക്കമനോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഈ സീസണിൽ പ്ലേ ഓഫ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ്. കാര്യമായ താരങ്ങൾ, മുഴുവൻ താരങ്ങളെ പോലും കളത്തിലിറക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അത് മാത്രമല്ല, അദ്ദേഹം മുന്നേ തന്നെ സൂചിപ്പിച്ചിരുന്നു താരങ്ങളെ സൈൻ ചെയ്യുന്നതിൽ വലിയ പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും ബെഞ്ച് സ്ട്രെങ്ത് ഒന്നും ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ഒരു ടീം ഈ രീതിയിൽ കളിച്ചിട്ട് പ്ലേ ഓഫ് ഒന്നും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയില്ല. കാരണം ഇതുപോലുള്ള എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകുന്ന മത്സരങ്ങളിൽ പകരക്കാരനായി വരാൻ, അല്ലെങ്കിൽ പകരക്കാരനായി ഇറക്കാൻ കഴിയുന്ന താരങ്ങൾ നിലവിൽ ബെഞ്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിനില്ല. താരങ്ങളുടെ പരിക്കൊക്കെ ഈ സീസണിലും ഉണ്ട്. പക്ഷേ ഈ മികച്ച താരങ്ങളെ, ഇന്ത്യൻ താരങ്ങളെയൊക്കെ സൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വരും സീസണിൽ. അല്ലാതെ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള ഒരു ISL സ്വപ്നം, അല്ലെങ്കിൽ ISL ട്രോഫി എന്നുള്ള സ്വപ്നം ഒരു പൂവണിയാൻ, അല്ലെങ്കിൽ അതൊരു സ്വപ്നം തന്നെ ബാക്കിയാവാനാണ് സാധ്യത. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലും പ്ലേ ഓഫിൽ പുറത്തായിരിക്കുന്നു. ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവാൻ ഉക്കമനോവിച്ച് തുടരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും കാത്തിരുന്ന് കാണാം വരാനിരിക്കുന്ന സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്.